എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാകും. അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത് പങ്കുവെച്ച വീഡിയോ മലയാള സിനിമയിൽ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നു. ആരാണ് മുരളി കുന്നുംപുറത്തിനെ ചതിച്ചത്? ആ വീഡിയോയ്ക്ക് പിന്നിലെ വസ്തുത എന്താണ്? ഇതിന് പിന്നിൽ നടൻ ഉണ്ണി മുകുന്ദനാണെന്ന ആരോപണവുമായി സുമതി വളവ് സിനിമയുടെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തി. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും നഷ്ടമൊന്നു എന്നത് മുരളി തെളിയിക്കണമെന്നുമാണ് വാദം. അതിനിടെ അഭിലാഷ് പിള്ളയുടെ ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് മുരളി കുന്നുംപുറം പ്രതികരിച്ചു. വ്യവസായിയും നിർമ്മാതാവുമായ മുരളി കുന്നുംപുറത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വിശദീകരണവുമായി സുമതി വളവ് സിനിമയുടെ അണിയറ പ്രവർത്തകർ രംഗത്തെത്തിയത്. സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിൽ ബജറ്റാകുമെന്ന് ആദ്യമേ തന്നെ അറിയിച്ചിരുന്നെന്നും ഇപ്പോൾ എന്തുകൊണ്ടാണ് തിരുത്തി പറയുന്നതെന്ന് അറിയില്ലെന്നും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള പറയുന്നു. തുടക്കത്തിൽ 4 കോടിയോളം കയ്യിലുണ്ടെന്ന് അറിയിച്ച മുരളി കുന്നുംപുറത്ത് ഷൂട്ടിംഗ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തൻ്റെ കയ്യിൽ 25 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞു. ഈ വീഡിയോ വന്ന ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഒരബദ്ധം പറ്റിപ്പോയെന്നാണ് അദ്ദേഹം മെസ്സേജിലൂടെ പറഞ്ഞത്. ഈ വീഡിയോ വന്നതിന്റെ അറിഞ്ഞ അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയക്കുകയും അതിനുശേഷവും അദ്ദേഹം എനിക്ക് റിപ്ലൈ ഇട്ട് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായിരുന്നു. സുമതി വളവാണോ മലയാളത്തിൽ ആദ്യമായി നഷ്ടം വന്ന സിനിമ? അതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? ഇത് അദ്ദേഹത്തിന്റെ ആദ്യ വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. ഇതുപോലെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. നഷ്ടം വന്നുവെന്നത് മുരളി തെളിയിക്കണം. ആരോപണത്തിന് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്ന് സംശയമുണ്ടെന്നും മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ചെന്നായി ആവരുതെന്നും സംവിധായകൻ വിഷ്ണു പ്രതികരിച്ചു. എനിക്ക് ഉറപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. മുരളിക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിജേഷ് പനത്തൂർ പറഞ്ഞു. അല്ലാതെ എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കാൻ? കണക്ക് ഇങ്ങനെ 2 കോടി നഷ്ടം വന്നതല്ല, കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാനിത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകിൽ വേണം. അതിനിടെ അഭിലാഷ് പിള്ളയുടെ ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് മുരളി കുന്നുംപുറം പ്രതികരിച്ചു. ഉണ്ണി മുകുന്ദനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. താൻ വലിയ കടത്തിലാണ് ഇപ്പോഴുള്ളത്. സുമതി വളവ് സിനിമയ്ക്ക് 5 കോടി ബജറ്റ് എന്ന് പറഞ്ഞ് 20 കോടിയിൽ എത്തിച്ചെന്നും മുരളി കുന്നുംപുറം ന്യൂസ് 18നോട് പറഞ്ഞു. ഉണ്ണി മുകുന്ദനാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത്. ഒരിക്കലും ഉണ്ണി മുകുന്ദൻ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ജയസൂര്യൻ എന്നെ വിളിച്ചിരുന്നു. അതുപോലെ ഉണ്ണി മുകുന്ദൻ വിളിച്ചിട്ട് ഇത് എന്താ സംഭവം, നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ തരാം, പടം ചെയ്യൂ, സത്യമായിട്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഉണ്ണി മുകുന്ദനൊക്കെ വെറുതെ ഇതിൽ വിളിച്ചേക്കണ്ട. ഉണ്ണി മുകുന്ദനെ ഡയറക്റ്റ് ചെയ്യുന്നതിനോട് പറഞ്ഞത് വേറെ ആൾക്കാരാണ്. മുരളി കുന്നുംപുറത്തിന്റെ പരാതി സിനിമാ സംഘടനകൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് പ്രതികരിച്ചു. പരാതി ലഭിച്ചാൽ ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് സംഘടനകളിൽ പരാതിയായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സംഘടനകൾ പരിഹരിക്കുന്നതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നുള്ളത് അദ്ദേഹം സംഘടനയെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള നടപടികളിലേക്ക് സംഘടനകൾ കിടക്കുന്നു. ബിസിനസ്സിലൂടെയും സിനിമയിലൂടെയും തനിക്ക് ഒരുപാട് ചതികൾ പറ്റിയെന്നും ജീവിതം കൈവിട്ടുപോയ അവസ്ഥയാണെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസമാണ് വ്യാപകമായി പ്രചരിച്ചത്. നദികളിൽ സുന്ദരി യമുന, സുമതി വളവ് അടക്കമുള്ള സിനിമകളിലൂടെ ഏകദേശം 9 കോടിയുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്നും ജീവനൊടുക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും മുരളി പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പിന്നീട് മുരളി തന്നെ നീക്കം ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.